നമസ്കാരം. അപ്പോൾ ഇതാണ് എൻ്റെ ഈ കൊല്ലത്തെ ഓണാഘോഷ പരിപാടി. ഞങ്ങളുടെ ചിങ്ങം ക്ലബിൻ്റെ പരിപാടിയാണ് കേട്ടത്. ഞങ്ങളുടെ പള്ളിവക ഹാളിലാണ് നടത്തണേ. അടിപൊളി പരിപാടിയാണ്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പ്രോഗ്രാംസൊക്കെ പിള്ളേരെ മിസ്സായി പോയിട്ടോ. മറ്റേ കുളങ്കര മിസ്സായി, പിന്നെ മിഠായി പെറുക്കലൊക്കെ മിസ്സായി. ഇപ്പോൾ ആകെ കുഞ്ഞുവിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ ആകെ 2-3 പരിപാടി മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. പാത്തൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ലേറ്റായി പോയി. അപ്പം കടി മത്സരമാണ്. കുഞ്ഞു കടിക്കുന്നുണ്ട്, പക്ഷെ കിട്ടിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? കണ്ണിൽ പൊടി പോയി എന്നൊക്കെ പറഞ്ഞാൽ ആകെ അവിടെ പ്രശ്നമായിരുന്നു. അവിടെ നിന്ന് ഒരു കൊച്ചിന് കേട്ടോ സമ്മാനം കിട്ടിയത്. അത് ഞങ്ങളുടെ ക്ലബിൻ്റെ എല്ലാവരും അംഗങ്ങളും ഭാരവാഹികളും എല്ലാവരും കൂടി ചേർന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തിയത്. എന്നെ വിളിച്ചു. എനിക്ക് ചെല്ലാൻ പറ്റിയില്ല. എൻ്റെ കയ്യിൽ പാത്തു ഇരിക്കുമായിരുന്നു. അവൾ ആ അപ്പം കടിയുടെ ആ റസ്ക് ഉണ്ടല്ലോ, അത് തിന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് പാസിംഗ് ബോളാണ് കേട്ടോ. എല്ലാവരും കൂടി ആയിട്ട് നിന്ന് പാസിംഗ് ബോൾ കളിക്കുന്നത്. പെണ്ണുങ്ങളും ആണുങ്ങളും മിക്സഡാണ്, പിള്ളേരും ഒക്കെ കൂടി നിന്നാണ് കേട്ടോ പാസിംഗ് ബോൾ കളിക്കുന്നത്. അത് നല്ല രസമായിരുന്നു. പാട്ടിട്ടിട്ട് പാട്ട് നിർത്തുമ്പോൾ ആരുടെ കയ്യിലാണോ ബോൾ നിൽക്കുന്നത് അയാൾ ഔട്ടാവും. അങ്ങനെയായിരുന്നു. ഞാനവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു കച്ചട്ടന്ന് അവളുടെ ഇങ്ങനെ പിടിച്ച് മേടിച്ച് വേണം കൊടുക്കാനായിട്ട്. എന്തോ മത്സരങ്ങളിൽ വിജയിക്കുന്നത് എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. അതെന്തെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അർദ്ധവുമായിട്ട് ഔട്ടാവുന്നുണ്ട്. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പാത്തു എൻ്റെ മടിയിലിരിക്കുന്നതുകൊണ്ട് എന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അവളുടെ കളകളാരവും കേൾക്കാമല്ലോ. അതേ കണ്ട ഞാൻ ഔട്ടാവണുണ്ടോ. പക്ഷേ എനിക്കെന്തോ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. അടുത്ത മത്സരം ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ പുഷപ്പ് മത്സരമാണ്. അവർ അപ്പോൾ ഇന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ പറയും. അപ്പോൾ ഇങ്ങനെ അവർ പൊങ്ങവും താഴും അങ്ങനെ ചെയ്യും. അത് എത്ര സമയം ഒരാൾ നിൽക്കുന്നോ അതാണ് കേട്ടോ, അവരാണ് വിന്നർ. കുറേ പേര് ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പോയി. അവൻ കിടക്കും കേട്ടോ. ആ മെറൂൺ ഷർട്ടിട്ട് അവൻ നിലത്തിങ്ങനെ കിടക്കും കേട്ടോയാണ് ഡൗൺ പറയുമ്പോൾ. അപ്പോൾ അവനെ എണീപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ വിട്ടു. പിന്നെ മത്സരമൊക്കെ ഞാൻ ഇതാണ് എൻ്റെ ഓണസദ്യ. ഓണസദ്യ മാത്രം ഞാൻ എടുത്തപ്പോൾ ഇച്ചിരി ഇതായിപ്പോയി. ഒത്തിരി വിഭവങ്ങളൊന്നുമില്ല. ഒരു സാമ്പാർ, അവിയൽ, ഒരു ഉള്ളിക്കറി, ഒരു അച്ചാർ, പപ്പടം, പഴം, 2 കൂട്ടം പായസം, സേമിയ പായസവും പരിപ്പ് പായസവും, കാവർത്തതും അതും. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള മത്സരങ്ങൾക്ക് ഞങ്ങൾ വീണ്ടും പോയി. ഇങ്ങനെ ഈ ബലൂൺ തട്ടിക്കൊണ്ട് കപ്പ് വയ്ക്കുന്ന പരിപാടിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്കെന്തോ മത്സരങ്ങളിൽ എനിക്ക് ജയിക്കണം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. എൻ്റെ ആവേശം കണ്ടില്ലേ, ഇഷ്ടമല്ല ജയിക്കണം എന്നുള്ളൊരൊറ്റ മനസ്സെനിക്കില്ലാതെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഞാൻ അമേരിക്കയായിട്ടൊക്കെ പറത്തി വിട്ടിട്ടാണ് ഞാൻ. പക്ഷേ എൻ്റെ ബോളാണ് ആ ചേച്ചി തട്ടിയത്. ഞാൻ ഇപ്പോഴാണല്ലോ കാണുന്നത്. നീ വെറുതെ അല്ല ഞാൻ തോറ്റുപോയത്. ആ ചേച്ചി എൻ്റെ ബോൾ തട്ടുകൊണ്ടിട്ടാണ്. എന്ത് ചെയ്യാൻ പറ്റും? കപ്പൊക്കെ വെച്ചു. എല്ലാ കപ്പും ഞാൻ വെച്ചു ഗൈസ്. പക്ഷേ ഒരെണ്ണത്തിൽ 2 കപ്പാണ് കേട്ടോ. ഈശ്വരാ, ഇത് ഞാൻ തോക്കണ വീഡിയോ മാത്രമാണല്ലോ എടുത്ത് വെച്ചേക്കണേ എല്ലാം. അത് ഞാൻ ഇപ്പോഴാട്ടോ, ശരിക്കും ഞാൻ ഈ വീഡിയോ കാണുന്നത് ഇപ്പോഴാട്ടോ. ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ്, വോയിസ് കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കാണുന്നത്. ചേട്ടാണ് ഈ വീഡിയോ എടുത്ത ആൾ കേട്ടോ. ഞാൻ ഈ തോക്കണ മാത്രമേ മനുഷ്യൻ എന്തുകൊണ്ട് എടുത്ത് വെച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതാണ് ഞാൻ തോക്കണ വീഡിയോ എടുക്കണ്ടെന്ന്. സത്യം പറയല്ല ഗൈസ്, ഞാൻ കൂടി എല്ലാ മത്സരത്തിനും തോറ്റുപോയി. 2ാമത്തെ റൗണ്ടിൽ എന്താണെന്നറിയില്ല, ഞാൻ തോറ്റുപോയി. ഇപ്പോൾ എനിക്ക് കസേരയിട്ട് ശശിയായിട്ട് വരും. കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നേരെ വരും. ടാറ്റ, എല്ലാവർക്കും ടാറ്റ കൊടുത്ത് വരുന്നുണ്ട് ഞാൻ. ഇത് ഞങ്ങളുടെ രാത്രിയത്തെ പ്രോഗ്രാമാട്ടോ. പൊതുസമ്മേളനമാണ് കേട്ടോ. വിശിഷ്ടാതിഥികളൊക്കെ വന്നു. അപ്പോൾ അവർ വിളക്കൊക്കെ കൊളുത്തി, ദീപമൊക്കെ കൊളുത്തി. പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു ചേട്ടനെ ആദരിക്കുന്നുണ്ടായിരുന്നു. അവാർഡ് കാര്യങ്ങളുണ്ടായിരുന്നു. SLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടികൾക്ക്, പിന്നെ +2-ന് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടി, അങ്ങനെ എല്ലാവരും ആദരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മൊമെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കുഞ്ഞുങ്ങളുടെ പല കലാപരിപാടികളുണ്ട്. ഡാൻസ്, പാട്ട്, അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ 7ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടി, 4ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടി, അങ്ങനെ എല്ലാ കാറ്റഗറിയിലും ഞങ്ങൾ അവാർഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവാർഡ് ദാനം കഴിഞ്ഞ് സമ്മാനദാനം ഉണ്ടായിരുന്നു കേട്ടോ, കലാകായിക പരിപാടികളുടെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ പരിപാടി തുടങ്ങി. ഇത് കൈകൊട്ടിക്കളി കേട്ടോ. കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിമാരുടെ ഡാൻസ്. ഞാൻ എല്ലാ കൊല്ലവും തിരുവാതിര ഉണ്ടായിരുന്നു. ഇക്കൊല്ലം ഞങ്ങൾക്ക് തിരക്ക് കാരണം, അതായത് എൻ്റെ തിരക്കല്ല കേട്ടോ, മറ്റുള്ള ചേച്ചിമാരുടെ തിരക്ക് കാരണം ഞങ്ങൾക്ക് തിരുവാതിര കളിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ വലിയ ദുഃഖം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് അടുത്ത കൊല്ലം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇതെല്ലാം അടിപൊളി ഡാൻസായിരുന്നു കേട്ടോ. എല്ലാ പ്രോഗ്രാമും ഒന്നിനൊന്നും വെച്ചായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു എല്ലാം. ഇത് ഞങ്ങളുടെ സമ്മാനദാനമാണ് കേട്ടോ. സമ്മാനദാനം ഞങ്ങൾക്ക് അവിടെ കൂപ്പൺ ഉണ്ടായിരുന്നു, 20 രൂപയുടെ കൂപ്പൺ. ഫസ്റ്റ് പ്രൈസ് ഗ്യാസ് സ്റ്റൗ, സെക്കൻഡ് പ്രൈസ് 50 കിലോ അരി, അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഗിഫ്റ്റ് വൗച്ചറും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വെറുപ്പിക്കാതെ ഇത്രയും ചെറുതായിട്ട് പറയാൻ പറ്റി.